ഈ ഇന്റർനാഷണൽ ലെവലിലേക്കാണ് ദീപക് ദേവ് ഇപ്പൊ മാറി. ഈ സിനിമ അയ്യോ മാറിയപ്പോൾ അതിന്റെ ഒപ്പം അങ്ങനൊന്നും തന്നെ പറയല്ലേ. സിനിമ അങ്ങനൊന്നും മാറി. പറയ സിനിമ മാറിയപ്പോൾ അതിന്റെ ഒപ്പം നമ്മൾ എല്ലാവരും മാറി. യെസ് ഞാനും അതെ. മാറി, ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറി. ഞാൻ ആ ഇന്റർനാഷണൽ സിനിമ മലയാളം കണ്ടേക്കുമല്ലോ, അപ്പൊ ഞാനും അങ്ങനെയായിന്ന ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങ് മാറി. ഇനിയുള്ളൊരു യാത്ര കൂടുതൽ കൂടുതൽ ചലഞ്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ഇനി ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ. എനിക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കയറി. അതായത് നമുക്കിപ്പം ഒരു നമ്മളുടെ അല്ലാത്ത ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. മറ്റേത് നമ്മളുടെ സംഭവങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ഇത് വിട്ടൊരു സംഭവം നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഇതല്ലേ. ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇനി എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ മ്യൂസിക് ചെയ്യണമെങ്കിലും അത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പിന്നെന്താ ആവാലോ അങ്ങനെ പറയാൻ പറ്റുമല്ലോ, പറയാൻ പറ്റും. അതാണ് കാരണം ചോദിച്ചത്. അങ്ങനെ അതിനുള്ളൊരു പറയാൻ വഴി നമുക്ക് ഒരുക്കി കണ്ടടച്ച് തന്നത് പറയാൻ പറ്റും. അതിനുള്ളൊരു വഴി ഒരുക്കി തന്നത് ഈ പ്രോജക്റ്റാണ്. പ്രൊജക്റ്റാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലേ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കാണുന്നു, സിനിമ കണ്ടുകൊണ്ടിരിക്കും ദീപക് ദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന് അവിടെ സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നിയൊരു മുഹൂർത്തം ഏതായിരിക്കും? ഞങ്ങളൊക്കെ പല സ്ഥലത്ത് തീർത്ത് ദീപക് നമ്മൾ ചെയ്ത വർക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നിയ മുഹൂർത്തം ഏതായിരിക്കും? നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് തന്നെയാണ്. എനിക്ക് അങ്ങനെ എനിക്ക് സ്വയം ഗൂസ് ബംസ് വന്നത് എൻ്റെ മ്യൂസിക്കിനേക്കാളും കൂടുതൽ ലാലേട്ടനോടുള്ള ആൾക്കാരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നൊരു സംഭവം. ലാലേട്ടൻ അത്രയും നേരമുള്ള ഖുറേഷിയിൽ നിന്നും പെട്ടെന്ന് നാട്ടിലേക്ക് ഒരു വരവ് വന്ന് മുണ്ടുമാടി കുത്തിയപ്പോൾ ആൾക്കാർക്ക് കിട്ടിയ ഒരു ഗൂസ് ബംസ് ഇല്ലേ, അത് ഈ സീൻ എത്രയോ പ്രാവശ്യം ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഗൂസ് ബംസിൻ്റെക്കാളും ഒരു ഇൻറ്റു 100 ആണ് തിയേറ്ററിലിരുന്ന്. ശരിക്കും തിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ ഇളകുന്ന പോലത്തെ ഒരു ചിയറിങ് ആണ് അവിടെ ഉണ്ടായത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയാന്ന് പറയില്ലേ, അതും ആ സ്ഥലത്ത് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അവിടെ ഇട്ട് കൊടുത്തപ്പം പെട്ടെന്ന്, അതായത് ഫൈറ്റിൻ്റെ നടുക്കാണ് ആ സാധനം ഇട്ട് കൊടുത്തത്. ആ ഇട്ട് കൊടുത്തപ്പോൾ അതിന് പെട്ടെന്നൊരു ചിയറിങ് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നിയതിന് എന്താ പറയണ്ടേ, ദൈവത്തിനോട് നന്ദി പറയാമെന്ന് പറയില്ലേ, ആ ഒരു ഡിസിഷൻ അപ്പോഴെന്നെ തോന്നിച്ചതിന് ആ സ്ഥലത്ത് അതിട്ട് കൊടുക്കുക. അതായത് ഫൈറ്റിൻ്റെ നടുക്കാണെങ്കിലും അത് കേട്ടപ്പം പെട്ടെന്നൊരു ചിയറിങ് കൂടി. അപ്പം അതാണ് ദി മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കിന്ന് അവിടെ തോന്നിയത്. അത് കറക്റ്റാണ് കേട്ടോ. എൻ്റെ ചോദ്യം കറക്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് അവിടെയാണ്, ഞാനും ചെറിയ എഴുന്നേറ്റ് പോയി കൈയടിച്ച് അവിടെയാണ്. പലത് ഞാൻ പറഞ്ഞില്ല, ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളെല്ലാം പല രീതിക്ക് എൻജോയ് ചെയ്തു. പക്ഷേ ഇതങ്ങ് മാറി കഴിയുമ്പോൾ നമ്മൾ സ്റ്റീഫനെ, നമ്മുടെ അയലോക്കത്തുള്ള സ്റ്റീഫൻ ചേട്ടൻ കയ്യിലേക്ക് തരുവാണ്. അതെ ആ ചേട്ടൻ നമ്മുടെ കയ്യിലേക്ക് തോളത്തിലേക്ക് ചാരി നിന്നൊരു ഫീൽ നമുക്ക് കിട്ടി. പിന്നെ എന്താ വെച്ചാൽ ലൂസിഫറിൽ ഇടാത്തൊരു സംഭവം ഇതിൽ ഞാൻ ആ സമയത്ത് ഇട്ടത്, നമ്മൾ അതുവരെ നമ്മൾ ഈ പല ഫോറിൻ ലൊക്കാലിറ്റീസ് കാണിക്കുമ്പം ഫോറിൻ ടൈപ്പ് ഓഫ് മ്യൂസിക്, സിംഫോണിക്, ഹൈബ്രിഡ് സിംഫണി, എപ്പിക് ഓർക്കസ്ട്രൽ സംഭവങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അദ്ദേഹം മുണ്ട് മാടിക്കുത്തിയപ്പം ഈ സംഭവത്തിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ചേർക്കാത്തൊരു സംഭവം ഈ പ്രാവശ്യം നാടനാവാനായി ഒരു ചെണ്ടമേളം അങ്ങ് അവിടെ ഇട്ടു. അതായത് ലൈവായിട്ട് ഒരു 4-5 പേരെ വിളിച്ചു, ഇലത്താളം, ചെണ്ട, മദളം അതൊക്കെ കൂടി അങ്ങ് വായിച്ച് ഇതിൻ്റെ ഒപ്പം ഈ ചെണ്ടയും കൂടി വന്നപ്പം ഖുറേഷിയിൽ നിന്നും പെട്ടെന്ന് നാടൻ സ്റ്റീഫനായി മാറിയപ്പോൾ ആൾക്കാർക്ക് കിട്ടിയൊരു സംഭവമില്ലേ, മീശ പിരിക്കുന്ന സമയത്ത് ചെണ്ടയിൽ വെറുതെ ഇങ്ങനെ കൊട്ടിയപ്പോഴൊക്കെ കിട്ടിയ ആ ഒരു ഗൂസ് ബംസ്. അപ്പോഴാണ് അത്, ഇതിൻ്റെ വില അറിയണമെങ്കിൽ കുറച്ച് നേരം അത് കേൾക്കണം, അതിൻ്റെ വില അറിയണമെങ്കിൽ കുറച്ച് നേരം ഇത് കേൾക്കണം എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് എക്സ്ട്രീംസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് ഐ തിങ്ക് എനിക്ക് ഇപ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു മൊമെൻ്റാണ്. ഇനി എന്താണ് എൻ്റെ ദിവസങ്ങൾ ഇനി ഇങ്ങനെ ഓടുവാണ് തിയേറ്ററിൽ? ഇത് ഞാൻ കവിതയിലാണ് ഇന്ന് രാവിലെ കണ്ടത്. കവിതയിൽ മെയിനായിട്ട് കാണാൻ കാരണം തന്നെ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് ഫാൻസ് കാണുന്ന രീതിയിൽ അത് കാണുന്നത്. ഇനിയിപ്പോൾ എനിക്കിത് പതിയെ വേറെ തിയേറ്റേഴ്സിലും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. വീട്ടുകാരൊക്കെ ഞാൻ ഇനി കൊണ്ടുപോകാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം കൊണ്ടില്ല, ആദ്യം മക്കൾ വന്നു, പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ക്രൂ വന്നു. മക്കൾക്ക് ഫസ്റ്റ് ഷോ ഫാൻസ് ഷോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞുകൊണ്ട് മക്കൾ കൂടെ വന്നു. ഇനിയിപ്പോൾ ബാക്കി എല്ലാവരെയും കൊണ്ടുപോയി എല്ലാവരും കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിയൊക്കെ നടത്തണം. തീർച്ചയായിട്ടും എൻ്റെ ക്രൂ, ഇതൊക്കെ പറയുമ്പം എൻ്റെ കൂടെയുള്ള ക്രൂവിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ള ടീം ഓഫ് പ്രോഗ്രാമേഴ്സ്. അത് ഓൾ ഇന്ത്യ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അല്ലാതെ നമ്മളുടെ ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീമും ഉണ്ട്. അവരെല്ലാം ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഈ മൈൻഡ് സെറ്റിലേക്ക് അങ്ങ് മാറി എന്നുള്ളതാണ്.
ഇവർക്കെല്ലാം നമ്മൾ സാധാരണ വർക്ക് ചെയ്യുമ്പം ആ സമയമാകുമ്പോൾ മാത്രം ചില മ്യൂസീഷ്യൻസിനെ വിളിച്ച് ഡെയിലി കോൾ ഷീറ്റ് വെച്ചിട്ട് കൊടുക്കുന്ന മാതിരി അല്ലാതെ ഇതൊരു വർക്ക്ഷോപ്പ് മാതിരി ഒരു 3 മാസം മുമ്പേ വന്ന് ഇവർക്ക് ഞാൻ പ്രോഗ്രാമിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുത്ത് ഞാൻ ഇതാണ് നമ്മുടെ ഡയറക്ടറിൻ്റെ ടേസ്റ്റ്, അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെയും കൂടെ ആ മൈൻഡ് സെറ്റിലേക്ക് ഇറക്കി ഡയറക്ടറിന് ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ള ടൈപ്പ് മ്യൂസിക് ഇവരെ എല്ലാവരെയും ഫുൾ ടൈം കേൾപ്പിച്ചു. അറിഞ്ഞോ അറിയാതെ ഇവരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുമ്പം അവർ ആ രീതിയിൽ ചിന്തിക്കും. അപ്പം അത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണലി വെറുതെ കോൾ ഷീറ്റ് വിളിക്കുന്ന പ്ലേയേഴ്സിന് അല്ല, എൻ്റെ ഫാമിലി മാതിരി മാറിയ പ്രോഗ്രാമേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ടാകുന്നത്. അപ്പം ഇനിയുള്ള യാത്ര ഗംഭീരമാവട്ടെ. എന്തായാലും എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ തീർന്നു എന്ന് ഞാൻ ഓർത്തു, നിങ്ങൾ ഓർത്താണ്. പിന്നെ പക്ഷെ വരണമെന്ന് തോന്നിയത് ഈ സിനിമ അത്രമാത്രം സിനിമ ഹൈപ്പിലേക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. എല്ലാവരും അതിൻ്റെ ദൃശ്യങ്ങളാണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അതിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന്, എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും വെച്ചതാണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ തിയേറ്ററിൽ പിടിച്ചൊരു സിനിമ എടുത്തുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വേണം, അത് എവിടെയും വേണം എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിലേക്ക് തന്നെയാണ് ദീപക് ദേവ് എന്ന ഈ മലയാളികളുടെ അഭിമാനം മാറിയിരിക്കുന്നത്. ആ മലയാളികൾക്ക് എന്നും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു സിനിമ നല്ല രീതിക്ക് പ്രേക്ഷകർത്തിരിക്കും. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് ഹൈദരലി. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.